ഹായ്, എല്ലാവർക്കും മോംസ് കിച്ചണിലേക്ക് വീണ്ടും ഹൃദയം നിറഞ്ഞ സ്വാഗതം. അപ്പോൾ എല്ലാവരും സുഖമായിരിക്കുന്നെന്നാണ് കേട്ടോ എൻ്റെ വിശ്വാസം. അപ്പോൾ ഇന്നത്തെ റെസിപ്പി രുചിയിലും ഗുണത്തിലും ഒന്നിനും കുറയാത്ത നമ്മുടെ റോഹു ഫിഷ് കറി കേട്ടോ. മീൻ കറിയൊക്കെ നമുക്ക് പതിവായിരിക്കും, പക്ഷേ ഇന്നത്തെ കറി കുറച്ച് സ്പെഷ്യലാണ് കേട്ടോ. ഫ്രൈ ചെയ്തെടുത്ത് തേങ്ങാപ്പാലും മാങ്ങയൊക്കെ ചേർത്ത് നല്ല ഒരു രുചിയുള്ള കറി നമുക്ക് ഉണ്ടാക്കാം. ഇതെങ്ങനെ എളുപ്പത്തിൽ വീട്ടിൽ തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ഇത് കഴുകി ക്ലീനാക്കി വെച്ചിരിക്കുന്നു 1 കിലോ റോഹു ഫിഷാണ്. ഇതിലോട്ട് നമുക്ക് ഈ മസാല, അതായത് 1 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/2 ടീസ്പൂൺ ഉപ്പ്, ഇത്രയും എടുത്ത് നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. ഇതിലേക്ക് അല്പം വിനാഗിരിയും അല്പം വെള്ളവും ചേർത്ത് നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം. എന്നിട്ട് ഒരു അരമണിക്കൂർ നമുക്ക് ഫ്രിഡ്ജിൽ എടുത്ത് മാറ്റി വയ്ക്കാം കേട്ടോ. അരമണിക്കൂറിന് ശേഷം നമുക്കത് പുറത്തേക്ക് എടുക്കാം. കറിക്ക് ആവശ്യമായിട്ടുള്ള സവാളയും ഇഞ്ചിയും പച്ചമുളകും ഒക്കെ നമുക്ക് എടുക്കാം കേട്ടോ. ഞാനിവിടെ 2 സവാള നീളത്തിൽ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. പിന്നെ 3 പച്ചമുളക് നീളത്തിൽ അരിഞ്ഞെടുത്തിട്ടുണ്ട്. 2 തണ്ട് കറിവേപ്പില, 1 പീസ് ഇഞ്ചി, പിന്നെ 2 മാങ്ങ നീളത്തിൽ അരിഞ്ഞെടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഞാനിവിടെ ഇൻസ്റ്റൻറ്റ് പാലാണ് ഞാൻ എടുക്കുന്നത്. നമ്മുടെ പാൽപ്പൊടി, കോക്കനട്ട് പൗഡർ ഇളം ചൂടുവെള്ളത്തിൽ 3 ടേബിൾ സ്പൂൺ ഒഴിച്ച് വെച്ചിട്ട് ഞാനത് മിക്സ് ചെയ്തെടുക്കാണ്ട് ഞാൻ ചെയ്യുന്നത്. തേങ്ങാപ്പാലല്ല എടുത്തിരിക്കുന്നത്, ഇൻസ്റ്റൻറ്റ് കോക്കനട്ട് പൗഡറാണ് ഞാൻ ഉപയോഗിച്ചിരിക്കുന്നത്. ഇവിടെ ഒരു പാൻ അടുപ്പത്ത് വയ്ക്കാം. പാൻ ചൂടായി കഴിഞ്ഞപ്പോൾ നമുക്ക് ഫിഷ് ഫ്രൈ ചെയ്യാനുള്ള അത്രയും വെളിച്ചെണ്ണയോ അല്ലെങ്കിൽ ഓയിലോ നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. വെളിച്ചെണ്ണ ചൂടായി കഴിഞ്ഞപ്പോൾ ഫിഷ് ഫ്രൈ ചെയ്തെടുക്കാം. നന്നായിട്ട് മുരിയൊന്നും വേണ്ട കേട്ടോ. അത്യാവശ്യം ഒന്ന് ചെറുതായിട്ടൊന്ന് മുരിഞ്ഞ് കഴിയുമ്പോൾ നമുക്ക് ആ ഫിഷൊക്കെ എടുത്ത് മാറ്റി വയ്ക്കാം. ഞാനിവിടെ 2 ട്രിപ്പായിട്ടിട്ടാണ് ഞാൻ ഈ ഫിഷ് ഫ്രൈ ചെയ്തെടുക്കുന്നത്. നമുക്ക് ഈ ഏത് ഫിഷായാലും ഇതേപോലെ നമുക്ക് ഫ്രൈ ചെയ്ത് കറി വയ്ക്കാം കേട്ടോ. അതൊരു വേറൊരു ടേസ്റ്റാണ്. അപ്പം നമുക്ക് ഈ ഫിഷൊക്കെ ഒന്ന് ഫ്രൈ ചെയ്തിട്ട് നമുക്കൊന്ന് മാറ്റി വയ്ക്കാം. അതിനുശേഷം നമുക്കൊരു ചട്ടി അടുപ്പത്ത് വയ്ക്കാം കേട്ടോ. ചട്ടി ചൂടായി കഴിഞ്ഞപ്പോൾ ഞാൻ അതിലോട്ട് നമ്മുടെ മീൻ ഫ്രൈ ചെയ്തപ്പോൾ ഉണ്ടായിരുന്ന വെളിച്ചെണ്ണ അതാണ് ഞാൻ ഒഴിച്ചിരിക്കുന്നത്. പിന്നെ 2 തണ്ട് കറിവേപ്പില, 2 സവാള നീളത്തിൽ അരിഞ്ഞത് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ 3 പച്ചമുളക് നീളത്തിൽ കീറിയത് കൂടി ഇട്ട് കൊടുത്ത് ഞാനൊന്ന് നന്നായിട്ട് ഇളക്കാം കേട്ടോ. ഒപ്പം തന്നെ ഇഞ്ചി കൂടി, 1 പീസ് ഇഞ്ചിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. സവാളയും ഇഞ്ചിയും പച്ചമുളകും നമുക്കൊരു ചെറിയൊരു ബ്രൗൺ കളർ ആകുന്ന വരെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ. എന്നിട്ട് നമുക്കിതിലേക്ക് 1/2 ടീസ്പൂൺ ഉപ്പ് കൂടി ഇട്ട് കൊടുക്കാം. ഇതൊന്ന് ലൈറ്റ് ബ്രൗൺ ആകുന്ന വരെ നമുക്ക് ഇളക്കി കൊടുക്കാം. അതിലോട്ട് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 2 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടിയും 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും കൂടിയിട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കാം കേട്ടോ. അതിനുശേഷം നമുക്ക് 1 കപ്പ് ചൂടും വെള്ളം ഉണ്ടെങ്കിൽ ചൂടും വെള്ളം ഒഴിച്ചു കൊടുക്കാം. അല്ലെങ്കിൽ ഞാനിവിടെ പച്ചവെള്ളമായിട്ട് ഒഴിച്ചെടുത്തിരിക്കുന്നത്. 1 കപ്പ് പച്ചവെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഇതൊന്ന് തിളക്കട്ടെ. ഒരു 5 മിനിറ്റോടത്തോളം തിളയ്ക്കാൻ വേണ്ടിയിട്ട് നമുക്ക് വെച്ച് കൊടുക്കാം കേട്ടോ. ഈ സമയത്ത് ഉപ്പ് എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ ഉപ്പും കൂടി ഇട്ട് കൊടുക്കാനായിട്ട് മറക്കരുത്. നന്നായിട്ട് തിളച്ചു. അപ്പോൾ ഇനി ഇതിലോട്ട് നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന മാങ്ങ ഇട്ട് കൊടുക്കാം. എന്നിട്ട് മൂടി വെച്ചിട്ട് ഒരു 5 മിനിറ്റ് നമുക്ക് വേവിക്കാം കേട്ടോ. 5 മിനിറ്റ് കഴിഞ്ഞപ്പോഴേക്കും തന്നെ നമ്മുടെ മാങ്ങയുടെ പുളിയൊക്കെ നന്നായിട്ട് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന മീൻ ഇട്ട് കൊടുക്കാം. നമുക്കൊരു തീ കുറച്ച് വെച്ച് തന്നെ ഒരു 5 മിനിറ്റോടത്തോളം മീൻ ഇട്ട് കൊടുത്തിട്ട് നമുക്കൊന്ന് വേവിച്ചെടുക്കാം കേട്ടോ. മീനിൽ ഈ മസാലയൊക്കെ നന്നായിട്ട് പിടിക്കട്ടെ. പുളിയും മസാലയൊക്കെ ഈ സമയം കൊണ്ട് നന്നായിട്ട് പിടിക്കും. അതിനുശേഷം നമുക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം നമുക്ക് കയ്യിൽ വെച്ചിട്ട് നമുക്ക് നടുഭാഗത്ത് ഇളക്കി കൊടുക്കുകയോ അല്ലെങ്കിൽ ചട്ടി ചുറ്റിച്ചു കൊടുക്കുകയോ ചെയ്യാം കേട്ടോ. അതിനുശേഷം നമുക്ക് തീ ഓഫ് ചെയ്യാം. ഈ മീൻ കറിയൊക്കെ വയ്ക്കുമ്പോൾ തലേ ദിവസം മീൻ കറി വെച്ചിട്ട് പിറ്റേ ദിവസം എടുക്കുമ്പോഴല്ലേ ഒന്നും കൂടി ടേസ്റ്റ് കൊടുത്തുള്ളൂ. ഞാനിവിടെ നാളത്തേക്കുള്ള കറിയായിട്ട് ഇന്ന് റെഡിയാക്കി വെച്ചിരിക്കുന്നത്. പ്രത്യേകിച്ചും മാങ്ങയൊക്കെ ഇട്ട് മീൻ കറി വെക്കുമ്പോൾ നാളെ എടുക്കുമ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും. പിറ്റേ ദിവസം എടുക്കുമ്പോഴും ഒക്കെ നല്ല ടേസ്റ്റ് ആയിരിക്കുമല്ലോ. അപ്പം ഞാൻ നാളത്തേക്കുള്ള കറിയായിട്ട് ഇന്ന് ഞാനിപ്പോൾ ഇവിടെ റെഡിയാക്കി വെച്ചിരിക്കുന്നത്. നിങ്ങൾക്കിങ്ങനെ ഏത് മീനെങ്കിലും കിട്ടിയാലും ഏത് മീൻ വെച്ചിട്ടായാലും ഇങ്ങനെ ഫ്രൈ ചെയ്ത് കറിയൊക്കെ വെച്ച് നോക്കാം കേട്ടോ. അപ്പോൾ വെറൈറ്റിയൊക്കെ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ ഈ രീതിയിലൊക്കെ ഒന്ന് കറി വെച്ച് നോക്കണേ. അതുപോലെ തന്നെ എൻ്റെ വീഡിയോസൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ കമൻറ്റിൽ കൂടിയൊക്കെ പറയണം കേട്ടോ. ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അടുത്തൊരു നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരും. എല്ലാവർക്കും ബൈ.